നമുക്ക് ഭഗവാൻ രാവിലെ തന്നു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മളെന്താ കൊടുക്കുക? അദ്ദേഹത്തിന് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രായത്തിൽ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ ക്ഷേത്ര ദർശനം പറ്റില്ല, ആരോഗ്യസ്ഥിതി മോശമായവർക്ക്, അല്ലെ വിദേശത്ത് താമസിക്കുന്നവർക്ക്, അവരോടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി വന്നു ചേരുകയാണ്. വിഷു എന്നത് ഒരു ആഘോഷം മാത്രമല്ല, അതൊരു സംക്രമമാണ്. നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്ന പുണ്യമുഹൂർത്തം. ഈ വിഷുദിനത്തിൽ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിഷുദിനത്തിന്റെ പ്രത്യേകതകൾ ഇവയെല്ലാം നമ്മളോട് സംസാരിക്കാൻ, നമ്മോട് സംവദിക്കാൻ നമ്മോടൊപ്പം പ്രിയങ്കരനായ നമ്മുടെ ജ്യോതിഷ വാർത്താ ചാനലിലൂടെ നിങ്ങൾക്ക് ചിരപരിചിതനായ ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയുണ്ട്. തിരുമേനി നമസ്കാരം. നമസ്കാരം. തിരുമേനി, പലരും ചോദിക്കാറുണ്ട്, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ഈശ്വര ചിന്തയുണ്ട്, നാമജപമുണ്ട്, പക്ഷെ എന്നിട്ടൊന്നും തടസ്സങ്ങൾ ഒഴിയുന്നില്ല. എന്നും തടസ്സങ്ങളാണ്. വിവാഹം നടക്കാൻ താമസം, ജോലി കിട്ടാൻ കാലതാമസം, അങ്ങനെ പല പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നു. ഈ ഒരവസ്ഥയെ നേരിടാൻ വിഷുദിനത്തിൽ നമ്മൾ ആചരിക്കേണ്ട, വിഷുദിനം നമുക്ക് എങ്ങനെ ഈ അവസ്ഥയെ നേരിടാൻ വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നൊന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാമോ? നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ ദിനവും അനുഭൂതമാകുന്ന സംഭവ വിഷയങ്ങളെക്കുറിച്ച് ആ ഒരു ദിവസമോ തൊട്ട് തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ചെയ്ത നന്മയുടെ ഫലം കൊണ്ട് അതിനെ മാറിക്കിട്ടും എന്ന ഉള്ളൊരു ജൽപ്പനത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അത് ശരിക്കും നമുക്ക് ഇപ്പം അങ്ങ് ചോദിച്ച പോലെ നാമജപം, അമ്പലത്തിൽ പോക്ക്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും തടസ്സങ്ങൾ വരുന്നു എന്നുള്ള ചോദ്യമാണ് അങ്ങയുടെ ആദ്യത്തെ ചോദ്യമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ പുണ്യത്തിൽ, നമ്മുടെ ചിന്തകളിൽ ഈ പഴയ കാലത്ത് പൂർവികമായി കിടക്കുന്ന, അല്ലെങ്കിൽ പണ്ട് പുരാതനം നമ്മുടെ കഴിഞ്ഞ ജന്മത്തോ നമ്മളോ നമ്മുടെ പൂർവികരായി ചെയ്തിരിക്കുന്ന, നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റുകൾ ഇങ്ങനെ ഓരോ വിത്തുകളായി നമ്മളിൽ പിന്തുടരുന്നുണ്ട്. ആ നമ്മൾക്ക് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ ദോഷമായി നിൽക്കുന്ന, അല്ലെ ദുരിതമായി നിൽക്കുന്ന, ശാപമായി നിൽക്കുന്ന, താപമായി നിൽക്കുന്ന നമ്മുടെ പുണ്യം, അല്ലെങ്കിൽ ആ പുണ്യമില്ലായ്മ, അതായത് നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ 7 തലമുറ മുമ്പ് ചെയ്താലും മതി, ആ ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ദുഷ്കൃതങ്ങൾ. ദുഷ്കൃതെന്നും സുഹൃതെന്നും 2 വാക്കെടുത്താൽ ദുഷ്കൃതങ്ങൾ. ആ ദുഷ്കൃതങ്ങളാണ് നമ്മളെ ശാപമായി, താപമായി, ദുരിതമായി, ദുഃഖമായി, സങ്കടമായി പിന്തുടരുന്നത്. അപ്പം ആ ദുഷ്കൃതത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ശരീരത്ത് എത്ര കിടക്കുന്നുണ്ടോ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടോ, ആ വിത്തുകളെ നമ്മുടെ നാമജപം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, സൽക്കർമ്മം കൊണ്ട്, ദാനം കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് കരിപ്പിച്ച് കളഞ്ഞ് അവിടെ സുഹൃതത്തിൻ്റെ വിത്തുകൾ എന്ന് തൊട്ട് പാകി തുടങ്ങുമോ അന്ന് തൊട്ടാണ് പൂർണ്ണമായ ഒരു നന്മ, ഐശ്വര്യം, ശ്രേഷ്ഠത നമുക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രേഷ്ഠ ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ പോയി. എത്ര കാലം കൂടിയാണ്? അത് 6 മാസമായി. ഇനി പിന്നെ 6 മാസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അങ്ങനെ പറയുന്നതോ, ആകെ ഒരു 5 മിനിറ്റ് നാമം ജപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ കടങ്ങൾ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുക. ഒരു ബാങ്കിലെ കടവുമായി താരതമ്യം ചെയ്താൽ ആ കടം വീട്ടി ലാസ്റ്റ് 1 രൂപയും കൂടെ വീട്ടിയിട്ട് ഇടുന്ന പൈസയാണ് സേവിങ് ആയി പോകുന്നത്. അപ്പം നമ്മൾക്ക് ജപിച്ചിട്ടും തപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മൾക്ക് ഗുണത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത്രയും കടം ബാലൻസ് ഉണ്ട്. അത് തീരാൻ വേണ്ടി കൂടുതൽ ജപിച്ചോളുക, കൂടുതൽ ദർശനം നടത്തിക്കൊള്ളുക, കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ദാനധർമാദികൾ ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ. കണി കണ്ടതിന് ശേഷം നമ്മള് വീട്ടില് ഇതുപോലെ തടസ്സങ്ങൾ മാറാൻ, ഐശ്വര്യത്തിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട പ്രത്യേക ചില ചടങ്ങുകൾ, കർമ്മങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? കണി കണ്ടതിന് ശേഷം അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ എത്രയോ മുൻപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള ദിവസമാണ്. കണി കണ്ടതിന് ശേഷം കുളിച്ച്, പറ്റുവാണെങ്കിൽ കാപ്പി പോലും കഴിക്കാതെ കുളിച്ചിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള
വൈഷ്ണവാദി ക്ഷേത്രം, അത് ശ്രീരാമനായാലും കുഴപ്പമില്ല, ശ്രീകൃഷ്ണനായാലും കുഴപ്പമില്ല, മഹാവിഷ്ണു ആയാലും കുഴപ്പമില്ല, ദശരഥനായാലും കുഴപ്പമില്ല, ലക്ഷ്മണനായാലും കുഴപ്പമില്ല, ഭരതനായാലും കുഴപ്പമില്ല, അങ്ങനെ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭഗവാനെ പ്രദക്ഷിണാദികളൊക്കെ ചെയ്ത് ആ ഭഗവാന് ഒരു കാണിക്ക, ഒരു കൈനീട്ടം നിങ്ങൾ കൊടുക്കണം. കേമായിട്ടൊന്നും വേണ്ടെന്നേ, ഒരു കുറച്ച് നാണയം ആ നടക്കയിലേക്ക് വെക്കുക. ഭണ്ണാരത്തിൽ ഇടാതെ നിൽക്കണ്ട, കുറച്ച് നാണയം കൈക്കിലേക്ക് നടക്കിലേക്ക് വെക്കുക. എന്താ, ആ ഭഗവാന് നമുക്ക് ഭഗവാൻ രാവിലെ തന്നു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക, അദ്ദേഹത്തിനും കൊടുക്കണല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ അദ്ദേഹത്തിന് ഒരു കാണിക്ക കൊടുക്കണം. പിന്നെ നമ്മുടെ ദേശാധിപതി, നമ്മൾ പോകുന്ന ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന അമ്പലം, ആ അമ്പലത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഒരു നാണയം അല്ലെങ്കിൽ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ അവിടുത്തെ മേശാന്തിക്ക് നമ്മളൊരു വിഷുക്കണി കൈനീട്ടം കൊടുക്കണം എന്നല്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ നാടിൻ്റെ ആചാര്യൻ അദ്ദേഹം, ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിലെ ആചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൈനീട്ടം കൊടുത്താൽ ആ നാട്ടിലെ ഏറ്റവും കേമപ്പെട്ട അല്ലെങ്കിൽ നാട്ടിലെ ദേശാധിപതിയായി നിൽക്കുന്ന ദേവന്റെ ആചാര്യന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ അതിഗംഭീരമാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പരിസരത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ജാതി മത ഭേദമന്യേ അതൊന്നും നോക്കണ്ട, നമ്മളെ ആ എന്ന് പറഞ്ഞ അക്ഷരം പഠിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോയി ഒന്ന് കണ്ടുക, അറ്റ്ലീസ്റ്റ് ഒന്ന് നമസ്കരിക്കുകയെങ്കിലും ചെയ്യുന്നത് വളരെ കേമത്താണ്. ഇന്നത്തെ ദിവസം ചെയ്യാവുന്ന, കാരണം ഇതൊക്കെ അന്നത്തെ ദിവസം നമ്മളൊരു പുതിയ ആരംഭമാണല്ലോ. രണ്ടാമത്, ഇനി വഴിപാടുകൾ പറഞ്ഞാൽ മഹാവിഷ്ണുവിന് പാലഭിഷേകം അതിഗംഭീരാണ്. മഹാവിഷ്ണു അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രം ആരും ആവട്ടെ, വൈഷ്ണവത്തിൽ ത്രിമധുരം നേദിക്കുക അതിഗംഭീരമാണ്. കദളിപ്പഴവും കൽക്കണ്ടവും മുന്തിരിങ്ങ കൂടി ത്രിമധുരം നേദിക്കുക ഏറ്റവും കേമത്താണ്. അതുപോലെ തന്നെ ഉണ്ണിയപ്പം നിവേദിക്കുക വളരെ നല്ലതാണ്. മഞ്ഞപ്പട്ട് ഭഗവാന് കൊടുക്കുക, മഞ്ഞപ്പട്ട് ചാർത്തുക അതിഗംഭീരാണ്. തുളസിമാല ഭഗവാന് കഴിക്കുന്നതല്ലാണ്. താമരമാല, താമരപ്പൂവ് ഭഗവാന് കൊടുക്കുക, സർവാഭീഷ്ട, എല്ലാ അനുഗ്രഹമാണ്. തുളസിമാല കൊടുത്ത സർവ്വ സുഹൃതാണ്. ത്രിമധുരം കഴിച്ച സർവൈശ്വര്യവും നല്ല വിദ്യയാണ്. പാലഭിഷേകം ചെയ്താൽ എന്താ പറയുക, ഉത്തരോത്തര അഭിവൃദ്ധിയാണ്. പാൽപ്പായസം സർവാഭിഷ്ടാണ്. പാൽപ്പായസമൊക്കെ കഴിച്ചതിന് ശേഷം ആ പായസം വാങ്ങിച്ചിട്ട് നേരെ കുടുംബത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല, അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഒരല്പം ആ പായസം സേവിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു അന്നദാനം വളരെ ഗംഭീര എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ അന്ന് ദാനം കൊടുക്കുന്നതൊക്കെ കേമാണേ. അതിപ്പോൾ പാൽപ്പായസം കഴിച്ചിട്ട് പാൽപ്പായസം കൊടുക്കാം, അല്ലെങ്കിൽ തിരുമേട് പറഞ്ഞിട്ട് ഒരു 21 ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു, അതിൽ 1-2 ഉണ്ണിയപ്പം എടുത്തിട്ട് ബാക്കിയൊക്കെ അവിടെ നിൽക്കുന്നവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അടുത്തുള്ളൊരു പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ വിഷുവിന് വളരെ ഗംഭീരാണ്. അപ്പം ഭഗവാന്റെ അടുത്ത് നിർബന്ധമായിട്ട് ഒരു പാൽപ്പായസം, തുളസിമാല, താമരമാല, താമരപ്പൂവ്, ത്രിമധുരം, കദളിപ്പഴ നിവേദ്യം ഇത്യാദി, നെയ്വിളക്ക് ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്, വളരെ കേമാണ്. അതുപോലെ തന്നെ നിവേദ്യാദികൾ നടത്തി അത് അമ്പലത്തിലും പരിസരത്തും ആർക്കെങ്കിലും ഒരാൾക്കൂടെ കൊടുക്കാൻ പറ്റുന്നത് ദാനം ചെയ്യാമെങ്കിൽ അത് അധികം ഗംഭീരാണ്, അതിലും കേമത്താണ്. വിഷു ദിനത്തിൽ വൈഷ്ണവാദി വഴിപാടുകൾക്ക് വളരെ കേമാണ്. ഇനി അടുത്ത് ദുർഗാ ഭഗവതിയോ ലക്ഷ്മി ദേവി ഉണ്ടെങ്കിൽ കടുംപായസം കഴിക്കുന്നതും അതിഗംഭീരാണ്. ഈ എന്താ പറയുക, വിഷു ദിനത്തിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിലെ തിരുമേനി നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടാൻ, അതുപോലെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ പിന്നെ പ്രത്യേക ചില വഴിപാടുകൾ കഴിച്ചാൽ അതിൽ ഫലമുണ്ടാകും, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? വിഷുദിനത്തില് താമരപ്പൂ കൊണ്ട് ശ്രീസൂക്തം അർച്ചന നടത്തുന്ന സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ താമരമാല ഭഗവാന് ചാർത്തുന്നത് സമ്പത്തുണ്ടാവും, നല്ലതാണ്. അതുപോലെ കദളിപ്പഴവും പാലും നിവേദിക്കുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ്. പാലഭിഷേകം ഐശ്വര്യത്തിന് നല്ലതാണ്. ഇതൊക്കെ വളരെ ഗംഭീരാണ്. തടസ്സങ്ങൾ മാറാനായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പാൽപ്പായസം കഴിക്കുക, ഒരു അരമണിക്കൂറെങ്കിലും. അമ്പലത്തിൽ 10 100 എന്നാണ് പറയണേ. അമ്പലത്തിൽ 10 ചോദിച്ചാൽ 100ന്റെ ഫല.
ഒരു അരമണിക്കൂറെങ്കിലും ആ ഭഗവാന്റെ ശ്രീകോവിലിന്റെ സമീപം ഇരുന്ന് അല്ലെങ്കിൽ അവിടെ നാലമ്പലത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഓർത്ത് നാമം ജപിക്കുക. നാമം ജപിക്കുക വിഷുദിനത്തിൽ മാത്രമല്ല, കുറച്ച് ദിവസം അടുപ്പിച്ച് ജപിക്കുക. ഉറപ്പായിട്ടും അതിൻ്റെ തടസ്സങ്ങൾക്കൊക്കെ മാറും. തടസ്സങ്ങൾക്ക് വ്യത്യാസം വരും. പാൽപ്പായസം കഴിക്കുന്ന തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ത്രിമധുരമൊക്കെ കഴിക്കുന്ന തടസ്സങ്ങൾ മാറാനായിട്ടാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ ഗണപതി ഹോമം കഴിക്കുന്നതും വളരെ കേമത്താണ്. ഈ ഇതുപോലുള്ള വിഘ്നങ്ങൾ മാറാൻ ഗണപതിക്ക് അന്ന് തന്നെ വിഷുവിൻ്റെ അന്ന് കറകമാല ചാർത്തുക, അല്ലെങ്കിൽ മുക്കുറ്റി പുഷ്പാല് കഴിക്കുക. അതൊക്കെ ഗംഭീരമാണ് വിഷുദിനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ തിരുമേനി, പലർക്കും ആ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരുണ്ടാവും. അങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ലളിതമായി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കർമ്മങ്ങൾ ഒന്ന് പറയാവോ? ശരിയാണ്. ഇപ്പൊ ഒരു പ്രായത്തിൽ മുകളിലുള്ളവർക്ക് ചിലപ്പോൾ ക്ഷേത്ര ദർശനം പറ്റില്ല. ആരോഗ്യസ്ഥിതി മോശമായവർക്ക്, അല്ലെ വിദേശത്ത് താമസിക്കുന്നവർക്ക്, അവരോടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നാമജപം. നാരായണീയം മുഴുവൻ ജപിക്കാം. അന്ന് അവധിയാണെങ്കിൽ നാരായണീയം മുഴുവൻ വയ്ക്കാം. ആ ഒരു പുസ്തകം വായിച്ചു തീർക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ഒരു 10 മിനിറ്റ് 10, 15, 20 അരമണിക്കൂറോ നാരായണനാമം ജപിക്കാം. ഇതൊക്കെ ജപിക്കാമല്ലോ നമ്മൾ അവിടെ ഇരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മളിപ്പോൾ വിദേശത്താണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് ഗുരുവായൂരമ്പലത്തെ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ആ ഗുരുവായൂരപ്പനെ അങ്ങ് നമസ്കരിക്കുക. ആ ഗുരുവായൂരപ്പനെ നമുക്ക് ഉള്ളടത്ത് നമസ്കരിക്കാം. ഇനി ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ, കണ്ണു പോലും കാണില്ലെങ്കിൽ, വെറുതെ നാരായണ 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 എന്ന് മാത്രം ജപിച്ചാൽ മതി. നമ്മളിപ്പോൾ കിടന്നുകൊണ്ട് പോലും ജപിക്കാവുന്നതാണ് നാരായണനാമം. അത് ചെയ്യാം. നാമജപാദികൾക്ക് അന്ന് പ്രാർത്ഥന. ഇനിയിപ്പോൾ ഒട്ടും നടക്കത്തില്ല, വായിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നിർബന്ധമായി ഈ പ്രണവല വിഷ്ണു സഹസ്രനാമം, ലക്ഷ്മി അഷ്ടകം, നാരായണീയം ഒക്കെ ജപിക്കുന്നത് അതിഗംഭീരാണ്. വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി ചെയ്യുന്ന ചെറിയ ചില കാര്യങ്ങൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഐശ്വര്യ സമ്പൂർണമായ പുതുവത്സരത്തിനായി, തടസ്സങ്ങൾ മാറി ജീവിത വിജയം നേടുന്നതിനായി വിഷുദിനത്തിൽ ചെയ്യേണ്ട പ്രശ്ന പരിഹാരങ്ങളെ കുറിച്ചെല്ലാം നമ്മോട് തിരുമേനി വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. തിരുമേനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം. വിഷുദിനം ഏവർക്കും ഐശ്വര്യ സമ്പൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.